Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 കെമിസ്ട്രിയിലെ 7th ചാപ്റ്റർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1-ൽ നമ്മൾ ഗ്രൂപ്പ് 15നെ പറ്റിയും പാർട്ട് 2-ൽ നമ്മൾ ഗ്രൂപ്പ് 16നെ പറ്റിയും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ ആദ്യം അതുപോയി കാണുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് 17-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് എസ്റ്റാറ്റിൻ. നമുക്കിതിൽ ഫ്ലൂറിനെയും ക്ലോറിനെയും പറ്റിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ക്ലോറിൻ നോക്കാം. ക്ലോറിൻ്റെ കേസിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ക്ലോറിൻ്റെ പ്രിപ്പറേഷനാണ്. ആൻഡ് ഞാനിവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് സോഡിയം സോൾട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ക്ലോറിൻ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. സോ നമുക്ക് ആദ്യം നോക്കാം. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡും മാംഗനീസ് ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ മാംഗനീസ് ക്ലോറൈഡും സോഡിയം ബൈസൾഫേറ്റും വാട്ടറും ക്ലോറിനും കിട്ടുന്നു. സോ സോഡിയം ക്ലോറൈഡിൽ നിന്നും എങ്ങനെയാണ് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് മെത്തേഡ്. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡും മാംഗനീസ് ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ മാംഗനീസ് ക്ലോറൈഡും സോഡിയം ബൈസൾഫേറ്റും വാട്ടറും ക്ലോറിനും കിട്ടുന്നു. ഇതാണ് ക്ലോറിൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ക്ലോറിൻ്റെ ഓക്സോ ആസിഡ്സിനെ പറ്റി. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് ഓക്സോ ആസിഡാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. നമ്മളതിന് HOCl എന്നും പറയും, HClO എന്നും പറയും. HClO ആണ് കുറച്ചുകൂടെ കറക്റ്റ്. ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് HOCl. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. സെക്കൻഡ് നമുക്ക് നോക്കാം ക്ലോറസ് ആസിഡ്. അത് HClO2. ഫസ്റ്റ് HClO ആൻഡ് സെക്കൻഡ് ക്ലോറസ് ആസിഡ് എന്താണ് HClO2. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ് HOClO. HCl 2 O ഉള്ളുണ്ട് O2. ഓക്കെ, സോ ഈ സ്ട്രക്ചറും പഠിച്ച് വെക്കുക. തേർഡ് ഓക്സോ ആസിഡാണ് ക്ലോറിക് ആസിഡ്. ഫോർമുല HClO3. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ആൻഡ് ഈ ഒരു സ്ട്രക്ചറും പഠിച്ച് വെക്കുക. ഓക്കെ, ഫോർത്ത് ഓക്സോ ആസിഡ് നോക്കാം. പെർക്ലോറിക് ആസിഡ്. ഫോർമുല HClO4. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ആൻഡ് ഈ ഒരു സ്ട്രക്ചറും പഠിച്ച് വെക്കുക. ഈ പെർക്ലോറിക് ആസിഡാണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. സോ ഈ ഒരു പോയിൻറ്റും കൂടെ പഠിച്ച് വെക്കുക. ആൻഡ് ഈ 4 സ്ട്രക്ചറും എളുപ്പത്തിൽ പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്ന ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് HOCl. ഇത് നമ്മളൊരു ബേസ് സ്ട്രക്ചറായിട്ട് എടുക്കാം. സോ നെക്സ്റ്റ് വരുന്ന ക്ലോറസ് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്താണ് HOCl. ഒരു ഡബിൾ ബോണ്ട് ഓയും കൂടെ ആഡ് ചെയ്യും അല്ലേ. ആൻഡ് നമുക്ക് ക്ലോറിക് ആസിഡിൻ്റെ കേസിൽ വരുന്നതാണെങ്കിലോ HOCl ഡബിൾ ബോണ്ടോ നേരത്തെക്കാളും അഡീഷണൽ ആയിട്ട് ഒരു ഡബിൾ ബോണ്ട് ഓയും കൂടെ വരും. ആൻഡ് പെർക്ലോറിക് ആസിഡിൻ്റെ കേസിലാണെങ്കിലോ ഈ സ്ട്രക്ചറിൽ നിന്നും എക്സ്ട്രാ ഒരു ഡബിൾ ബോണ്ട് ഓയും കൂടെ വരും. സോ HOCl ബേസിക് ആയിട്ട് പഠിച്ച് വെക്കുക. അതായത് ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ സ്ട്രക്ചർ. ദെൻ അടുത്ത വരുന്നതിൽ നമ്മൾ ഡബിൾ ബോണ്ട് ഓയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ ഈ ഒരു മെത്തേഡിൽ പഠിച്ച് വെക്കുക. ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിക്കാനുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓഡ് നമ്പറാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് ഓക്സോ ആസിഡിന് +1, സെക്കൻഡ് +3, ആൻഡ് തേർഡ് വരുന്നതിന് +5, ഫോർത്ത് വരുന്നതിന് +7. സോ ഇവിടെ ഒരു ഓഡ് നമ്പറാണ് ഫോളോ ചെയ്യുന്നത്. സോ അതും ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പോയിൻ്റാണ് ഫ്ലൂറിനെ പറ്റിയുള്ളൊരു പോയിൻ്റാണ് നോക്കാം. ഡ്യൂ ടു ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് സ്മോളർ ഇൻ സൈസ് ഫ്ലൂറിൻ ഫോംസ് ഓൺലി 1 ഓക്സോ ആസിഡ്. അപ്പോൾ ഏറ്റവും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെൻറ്റ് ഏതാണ്? ഫ്ലൂറിനാണ്. സോ ഫ്ലൂറിൻ്റെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണവും അതിൻ്റെ ചെറിയ സൈസ് കാരണവും ഫ്ലൂറിൻ ഒരു ഓക്സോ ആസിഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അതാണ് HOF. അതിൻ്റെ പേരെന്താണ്? ഫ്ലൂറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. സോ ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഏത് എലമെൻറ്റാണ് ഒരു ഓക്സോ ആസിഡ് ഫോം ചെയ്യുന്നത്? ഏത് എലമെൻറ്റാണ്? ഫ്ലൂറിനാണ്. ഓക്സോ ആസിഡ് ഏതാണ്? HOF, ഫ്ലൂറിക് ആസിഡ് അല്ലെങ്കിൽ ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. സോ ഈ ഒരു പോയിൻറ്റും കൂടെ ഓർത്തിരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഇൻറ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഇതിൽ നിന്ന് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക്, ഈ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇൻറ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹാലജൻ ആർ കോൾഡ് ഇൻറ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. അതായത്
എന്താണ് ഗ്രൂപ്പ് 17 എലമെൻറ്റ്സിൻ്റെ മറ്റൊരു പേരാണ് ഹാലജൻസ്. സോ ഈ ഹാലജൻസ് തമ്മിൽ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ഹാലജനിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. സോ ഇത്രയും എലമെൻറ്റ്സ് പരസ്പരം ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് 4 ടൈപ്പാണുള്ളത്. XX-, XX3-, XX5- ആൻഡ് XX7-. നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾ പഠിക്കാം. XX- എക്സാമ്പിളാണ് CLF, BRF, BRCl, IF ആൻഡ് ICl. XX3- എക്സാമ്പിളാണ് CLF3, BRF3, IF3. XX5- എക്സാമ്പിളാണ് CLF5, BRF5, IF5 ആൻഡ് XX7- എക്സാമ്പിളാണ് IF7. ആൻഡ് ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഈ ഒരു പോർഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്നാണ്. സോ ഈ ഒരു സെൻറ്റൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്? ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹാലജൻ ആർ കോൾഡ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ്. സോ ഈ ഒരു 4 ഇക്വേഷനും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കും ഏതെങ്കിലും ഒരു ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് പ്രിപ്പറേഷൻ എഴുതാൻ ചോദിക്കും. സോ ഈ ഒരു 4 എക്സാമ്പിളും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? ക്ലോറിനും ഫ്ലൂറിനും 437 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് CLF കിട്ടുന്നു. ക്ലോറിനും 3 മോളിക്യൂൾസ് ഓഫ് ഫ്ലൂറിനും കൂടെ 573 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് CLF3 കിട്ടുന്നു. ആൻഡ് ക്ലോറിനും 5 മോളിക്യൂൾസ് ഓഫ് ഫ്ലൂറിനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ CLF5 കിട്ടുന്നു. ആൻഡ് അയഡിനും 7 മോളിക്യൂൾസ് ഓഫ് ഫ്ലൂറിനും കൂടെ ചേരുമ്പം IF3 കിട്ടുന്നു. സോ ഈ 4 ഇക്വേഷനും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ആൻഡ് ഓൾസോ ഈ 4 ഫിഗറും കൂടെ പഠിച്ചു വയ്ക്കുക. ഈ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. സോ CLF3യുടെയും IF5ൻ്റെയും IF7ൻ്റെ സ്ട്രക്ചറും കൂടെ വരച്ച് പഠിച്ച് വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ യൂസസ് ആണ്. ഒരു യൂസേ പഠിക്കാനുള്ള എന്താണ്? ആസ് ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്സ്. ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു യൂസും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇത്രയാണ് നമുക്ക് ഗ്രൂപ്പ് 70 മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ വരുന്ന അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ്. ഇതിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ ആൻഡ് റെഡോൺ. സോ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് സെക്ഷനാണ് സെനോൺ ഫ്ലൂറൈഡ്സ്. ഓക്കെ, നമുക്കത് നോക്കാം. സെനോൺ ഫ്ലൂറൈഡ്സിൽ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ പ്രിപ്പറേഷനാണ്. സോ അത് നമുക്ക് നോക്കാം. Xe+F2 at 673 Kelvin and 1 bar pressure നമുക്ക് എന്ത് കിട്ടും? XeF2 കിട്ടും. അതിൻ്റെ സ്ട്രക്ചർ പഠിച്ച് വയ്ക്കുക. സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഷേപ്പ് ലീനിയർ ഷേപ്പാണ്. ആൻഡ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ഹൈബ്രിഡൈസേഷനാണ്. ആൻഡ് നെക്സ്റ്റ് എന്താണ്? Xe+2F2 at 873 Kelvin and 7 bar pressure gives XeF4. സോ ഈ ടെമ്പറേച്ചറും പ്രഷറും മാറിപ്പോവാതെ പഠിക്കണം. ഇത് എഴുതിയാൽ മാത്രമേ മാർക്ക് തരാറുള്ളൂ. കാര്യം ഡബിൾ വാല്യുവേഷനാണ്. സോ ഇതും കൂടെ പഠിക്കണം. ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഷേപ്പ് എന്താണ്? സ്ക്വയർ പ്ലാനാർ ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷനാണ്. സോ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് വരുന്നത് Xe+3F2 at 573 Kelvin 60 to 70 bar pressure gives XeF6. അതിൻ്റെ സ്ട്രക്ചറും പഠിച്ച് വയ്ക്കുക. ഡിസ്റ്റോർട്ടഡ് ഒക്ടഹെഡ്രലാണ് അതിൻ്റെ ഷേപ്പ്. ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. സോ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d, സെക്കൻഡ് sp3d2 ആൻഡ് തേർഡ് sp3d3. സോ ഹൈബ്രിഡൈസേഷൻ പഠിക്കാൻ എളുപ്പമാണല്ലോ, ഒന്ന് ആഡ് ചെയ്ത് പോയാൽ മതി. ആൻഡ് ഷേപ്പും പഠിക്കുക. ഈ ഒരു ഇക്വേഷനും പഠിക്കണം. ആൻഡ് ടെമ്പറേച്ചറും പ്രഷറും 3ലും മാറിപ്പോവാതെ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ്? XeF2, XeF4 ആൻഡ് XeF6. ഈ 3ൻ്റെയും പ്രിപ്പറേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ആൻഡ് ഓൾസോ അതിൻ്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് സെനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സ് ആണ്. നമ്മളിപ്പോൾ സെനോൺ ഫ്ലൂറൈഡ്സ് ആണ് പറഞ്ഞത്. ഇനി സെനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള 2 കോമ്പൗണ്ട്സ് ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ മാത്രം പഠിച്ചിരുന്നാൽ മതി. അത് മാത്രമേ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൂ. പ്രിപ്പറേഷൻ ഒന്നും പഠിക്കേണ്ട. സോ ഈ ഒരു സ്ട്രക്ചറും കൂടെ വരച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോബിൾ ഗ്യാസസോ ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് നോബിൾ ഗ്യാസസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നോബിൾ ഗ്യാസസിൻ്റെ യൂസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഏത് എലമെൻ്റ് ആണ്? ഹീലിയം. ഹീലിയത്തിൻ്റെ യൂസ് എന്താണ്? ഇൻ ഫില്ലിംഗ് ബലൂൺസ് ഫോർ മെറ്റിയോളജിക്കൽ ഒബ്സർവേഷൻസ്. അതായത് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂൺസിൽ നമ്മൾ ഹീലിയമാണ് ഫില്ല് ചെയ്യാറുള്ളത്. സോ ഏതെങ്കിലും ഒരു യൂസ് പഠിച്ചിരുന്നാൽ മതി. ആൻഡ് സെക്കൻഡ് എലമെൻ്റ് ആണ് നിയോൺ. ഇൻ ഡിസ്ചാർജ് ട്യൂബ്സ് ആൻഡ് ഫ്ലൂറസെൻറ്റ് ലാംപ്സ്. ഡിസ്ചാർജ് ട്യൂബ്സിലും ഫ്ലൂറസെൻറ്റ് ബൾബ്സിലും ഒക്കെ നമ്മൾ നിയോൺ ആണ് ഫില്ല് ചെയ്യാറ്. സോ അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. ദെൻ ആർഗൺ, to provide inert atmosphere in high temperature metallurgical process. സോ ഹൈ ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള മെറ്റലർജിക്കൽ പ്രോസസ്സിൽ നമ്മൾ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് ആർഗൺ. സോ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഗ്രൂപ്പ് 18 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ സെക്ഷനിൽ വരുന്ന അക്കൗണ്ട് ഫോർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പാർട്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. അതിലാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 18 നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.